ഫ്രണ്ട്സ്, എന്തൊക്കെ മക്കളെ വിശേഷം? എല്ലാവരും ഇപ്പോൾ നോമ്പൊക്കെ തോറ്റി ഇരിക്കുകയാണോ? മുത്തുമണികളെ സുഖമാണോ? നിങ്ങളല്ലേ ലേഖത്തിൻ്റെ കൂട്ടം എപ്പോഴും ചോദിക്കാറ്, താ നമ്മളെ ലേഖം ഈ കാക്കിലോനല്ലേ വെമ്മച്ചിയെ? ഇത് കാക്കിലോക്കെ ഉണ്ടാവും. ഇതാ നമ്മളെ ബീട്രൂട്ട് ലേഖം. ഇതാരയുടെ ആരുണ്ടോ ചെറിയ ഇതാ നമ്മളെ ബീട്രൂട്ട് നാച്ചുറലായ ലേഖം നമ്മളെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. ഈത്തപ്പഴമുണ്ട്, അതുപോലെ എന്താണ് കൊച്ചുള്ളി ഉണ്ട്, തേന്, നെയ്യ്, കപ്പലാണ്ടി കടല, ഇത്ര മാത്രം, ഉലുവയും ഒക്കെ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയ നമ്മളെ നാച്ചുറലായിട്ടുള്ള ബീട്രൂട്ട് ലേഹം. ഭയങ്കര ടേസ്റ്റും തേനുണ്ട്, തേന് വിട്ടുപോയി, തേനും ആഡ് ചെയ്തേക്കണം കേട്ടോ. ശർക്കര എന്ന സാധനം തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ഈത്തപ്പഴത്തിലും ഓൾറെഡി മധുരമുള്ളതാണ്, പിന്നെ തേനും ഒഴിച്ചിട്ടോ. അപ്പോൾ നമ്മളെ ലേഹം ഇപ്പം തിന്നാനൊന്നും പറ്റുന്നില്ല, ഞാൻ തിന്നുന്നില്ല, രാവിലെ ആയതുകൊണ്ട് തന്നെ തിന്നാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങളെല്ലാവരും അപ്പോൾ 3-4 കിലോനൊക്കെ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ വിലക്കുറവിലൊക്കെ വരും കേട്ടോ. നല്ല ബീട്രൂട്ടാണ് കേട്ടോ, നല്ല ചുക്കത്തുള്ള ബീട്രൂട്ടാണ്. ഇത് കഴിച്ചാൽ രക്തം വളരെ കുറവാണ് പൊന്നുമക്കളെ. അപ്പോൾ ഇത് കഴിച്ചാൽ അടിപൊളി രക്തമായിട്ട് നാച്ചുറലായി ചുണ്ടൊക്കെ നല്ല ചുകയായിരിക്കും. നല്ല നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളാണ് ഈ ബീട്രൂട്ടിൽ. അപ്പോൾ ബീട്രൂട്ട് എന്നും ഓരോ സ്പൂണ് രാവിലെ അല്ല വൈകുന്നേരമോ ഉച്ചക്കോ എപ്പോഴെങ്കിലും നമ്മൾ കഴിക്കുക. 2 നേരം കഴിക്കുക, രാവിലെയും കഴിക്കുക, രാത്രിയും കഴിക്കുക. നമുക്ക് എപ്പോഴാണ് നമുക്ക് ആവശ്യമുണ്ടാകും അപ്പോൾ കഴിക്കുക കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചിലർ കാണാം പിന്നെ ബീട്രൂട്ട് കൊണ്ട് എന്താ വെച്ചാൽ പിന്നെ എന്താണ് പറയുക, ബീട്രൂട്ട് വേവിച്ച് അരച്ചിട്ടാണോ പച്ചക്ക അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നു. പക്ഷേ എനിക്കതന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ എനിക്കത് ഒട്ടും അത് ഇഷ്ടമായില്ല കേട്ടോ. അതിൻ്റെ ഒരു ചൊയൊന്നും ഇഷ്ടമായില്ല കേട്ടോ. ഇത് നല്ല നമ്മൾ ഈ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കൽ അതുപോലെ വേവിച്ച് പാലും ആഡ് ചെയ്തിരിക്കണം. പാലിൽ ഒരു വെള്ളം അധികം ചേർക്കാതെ ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേവാനുള്ള ഒരു കണ്ടീഷനുള്ള വെള്ളം, പിന്നെ അത് പാല് കൂട്ടി നല്ല പശുപാൽ കൂട്ടി അരച്ചു വേവിച്ച് അത് വേവിക്കുമ്പോൾ കുറച്ച് ഉലുവ ഇട്ടു, കൊച്ചുള്ളി ഇട്ടു, ഒരു പിടി കൊച്ചുള്ളി, ഒരു പിടി ഈത്തപ്പഴം, പിന്നെ ഒരു 1/4 കിലോനോ അര കിലോൻ്റെ മുകളിലോ 1/4 കിലോൻ്റെ ബീട്രൂട്ടും അതും ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ കുക്കറിൽ നമ്മൾ ഉള്ളിലേകം വരകുമ്പോൾ തേങ്ങാപ്പാലിലൊക്കെ വേവിച്ചിട്ടല്ലേ വെക്കുക. അത് തേങ്ങാപ്പാലൊന്നും നമുക്ക് തേങ്ങ കുറവല്ലേ, അതുകൊണ്ട് നമ്മൾ പാലും ഇവിടെ ഉണ്ടായിരുന്നില്ല, എരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ പശുപ്പാലിലാണ് നമ്മളത് പിന്നെ അരച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ച സാധനം അരച്ചെടുത്തിട്ട് പിന്നെ നല്ല പാനിലിട്ട് നല്ല വിരകി തന്നെ നിങ്ങൾ കണ്ടില്ല ആ വീഡിയോയിൽ. അപ്പോൾ എല്ലാ ചേരുവയും അതിൽ, പിന്നെ അതിൽ കപ്പലാണ്ടി ചേർക്കുക. കപ്പലാണ്ടി ചേർത്തിട്ടുള്ളൂ, വേറെ നട്ട്സൊന്നും ചേർത്തിട്ടില്ല. കാഷ്നട്ട് ചേർക്കും, ചിലപ്പം പിന്നെ മുന്തിരി ചേർക്കും, എന്ത് വേണമെങ്കിലും നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഭയങ്കര ഗുണങ്ങളുള്ള സാധനം തന്നെയാണ് ഈ ബീട്രൂട്ട്. അതുപോലെ രക്തം വെക്കാൻ ഏറ്റവും പിന്നെ നല്ല ഈ ബീട്രൂട്ടും പിന്നെ നമ്മളെ അനാറുമാണ്. അത് കഴിച്ചാൽ നമുക്ക് പിന്നെ എല്ലാവരും ഇപ്പോൾ പിന്നെ ബീട്രൂട്ട് കൊണ്ട് ലിബാമൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ നമ്മളത് ഉണ്ടാക്കിയാൽ നമ്മൾ ഉണ്ടാക്കിയത് അതിന് എത്ര ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടില്ല, അതിൻ്റെ ഒരു ചുവപ്പ് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബീട്രൂട്ടൊക്കെ നമുക്ക് സീസണായിട്ട് കിട്ടുന്നതാണ്, അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും രക്തമില്ലാത്തവർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു പിന്നെ ലേഹം കൂടെയാണ്. അതിന് ചിലവൊന്നും പൈസക്ക് അത്ര ചിലവൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് അങ്ങനെ വിലക്കുറവിലൊക്കെ വരികയാണെങ്കിൽ നല്ല സുഖം. 4 കിലോ 100 രൂപ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലൊക്കെ ആകുമ്പോൾ നല്ല ഇതാണ്. ഇവിടെ വിലക്കുറവായിട്ട് പച്ചക്കറികളൊക്കെ നല്ല കിട്ടും. ചിലയിടത്ത് അറിയാം ഒന്നും കിട്ടില്ല, ഭയങ്കര പച്ചക്കറിക്കൊക്കെ വിലയാണല്ലോ. നമ്മൾ റോഡ് സൈഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗോഡൗണായിട്ട് ഞങ്ങൾ മേടിക്കാൻ പോകുമ്പോഴൊക്കെ പെരിന്തൽമണ്ണൊക്കെ നല്ല വിലക്കുറവ് പച്ചക്കറി കിട്ടും. ഞാൻ അവിടെ നിന്നാണ് അധികവും പച്ചക്കറി സാധനങ്ങളും, കൊപ്പത്തുനിന്നും നല്ല കിട്ടും കേട്ടോ.
അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെക്കുക. പിന്നെ ലിബാമും നമുക്ക് ഉണ്ടാക്കാം, ബീട്രൂട്ട് പൗഡർ ഉണ്ടാക്കാം, നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. അത് നമ്മൾ പിന്നെ ബീട്രൂട്ട് കൊണ്ട് നല്ല ചിലവർ ഫേസ് പാക്കായിട്ട് പിന്നെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഞാനൊക്കെ വിചാരിച്ചു ആദ്യം ലിബാം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ അതിപ്പോൾ ശരിയാവില്ലേ എന്നൊന്നും അറിയില്ല, ഒരു കൺവെൻഷനിലായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ലേഹം ഉണ്ടാക്കിയാൽ തിന്ന് പോകുമല്ലോ, അപ്പോൾ വലിയമാക്കും കൊടുക്കാമല്ലോ. ഇത് പിന്നെ ലിബാം ഉണ്ടാക്കി ചിലപ്പോൾ അത് ചുണ്ട് തേച്ചത് അത്ര ചുവപ്പ് കിട്ടിയില്ല. അപ്പം നമ്മൾ പിന്നെ അത് ചുണ്ട് തേക്കണ നല്ലത് ഉള്ളിലേക്ക് കഴിച്ചാലായിരിക്കും നല്ല ഗുണങ്ങൾ. അത് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് മക്കളെ, നാച്ചുറലായിട്ടുള്ള നമ്മളെ ബീട്രൂട്ടിലെ. അപ്പം നമുക്ക് എന്ത് വെച്ചിട്ടും ഉണ്ടാക്കാം. ബീട്രൂട്ടും ക്യാരറ്റും അതുപോലെ ഈത്തപ്പഴവും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം, പല സൈസിലും ഉണ്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്യാരറ്റ് ഇട്ടിരുന്നു. ഒക്കെ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് രക്തമില്ലാത്ത ഒരു സന്ദർഭമാണ്. ചീരയിലും ഞാൻ ചുവന്ന ചേർന്നാലും രക്തം ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ നമുക്ക് അത്രയും ഗുണങ്ങളാണ്. എല്ലാവർക്കും അത് മടിയാണ് ഉണ്ടാക്കാൻ. ലേഖം വരിക എന്ന് പറഞ്ഞാൽ ഒരു മടിയുള്ളൊരു കാര്യമല്ലേ, അതൊക്കെ കുറച്ച് മരിങ്ങേണ്ട കാര്യമല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് മടിയാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കഴിക്കാന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ നല്ല വൃത്തിക്കും ഇതാകും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു. അസ്സലാമു അലൈക്കും. ഓക്കേ, ബൈ.